അപ്പോൾ ഹലോ ഗേസ്, നമുക്ക് വന്നത് Q20 2020 വണ്ടിയ. ഇതിൻ്റെ അഡ്ജസ്റ്റൊക്കെ ഡിസ്റ്റൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. നമുക്കിനി ഇത് പണിയുന്ന വീഡിയോ ആണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പം എൻ്റെ പീസ് കാണിച്ചോട്ടാ. ഡിസ്റ്റൻ്റെ എവിടെ എന്നിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട്. ക്ലച്ച് കവർ കിടപ്പുണ്ട്. ക്ലച്ച് കവറിനകത്ത് കിടപ്പുണ്ട്. പിസ്റ്റം പൊട്ടിയ പീസിൽ അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. പൊട്ടി താഴെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു പീസിൻ്റെ അവിടെ. നോണ്ടെടുക്കും സിസ്റ്റം പൊട്ടി പോയിട്ടുണ്ട് കേസ്. അപ്പം ഇതിനി ഫുൾ എഞ്ചിൻ അഴിച്ച് താത്ത് പണിയുണ്ടായിട്ടിരിക്കുന്നു. അപ്പം നമുക്കിതിനി അഴിച്ച് പണിയാം. ഇത് ഫുൾ അഴിക്കണം. ഫുൾ അഴിച്ചിട്ട് വേണം പണിയാൻ. എഞ്ചിൻ പീസാക്കാം. നമുക്കപ്പോൾ ഇന്നൊരു പീസാക്കാം, എന്നിട്ട് ബാക്കിയുള്ള വീഡിയോ എടുക്കാം. നമ്മുടെ സാരഥി ഇപ്പോൾ തല്ലി പൊളിക്കുന്നതായിരിക്കും. ആയിക്കോട്ടെ, ചുറ്റിയുടെ അടുത്ത് അടിച്ചേ പൊട്ടിയേ. ഏതാ ആക്കെ ചുമ്മാ വെക്കുന്നു. സംഗേസ് നമ്മളെ ശ്രീകുട്ടൻ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേന് ഇത്രയും പൊളിച്ചിറക്കി. അവൻ എഞ്ചിൻ താത്തിട്ട് ബാക്കി അഴിക്കുന്നുള്ളതെന്ന്. എഞ്ചിൻ ഫുള്ളായിട്ട് താക്കാൻ പോകുന്നു. അങ്ങനെ അവൻ താത്തുകൊണ്ടിരിക്കുന്നതാണിത്. എടുത്തില്ല എത്ര ഓക്കെ. അപ്പം ബാക്കി പിന്നെ എടുക്കാം. അപ്പോൾ ഗേസ് നമ്മൾ വണ്ടിയെന്ന് എൻജിൻ താഴെ ഇറക്കി ഗേസ്. നോർമലി പിസ്റ്റം പിടിച്ചതൊന്നുമല്ല, പിന്നെ ഇത് ഓയിൽ പമ്പ് കംപ്ലൈൻ്റ് ആയിരുന്നു. ഓയിൽ പമ്പ് കംപ്ലൈൻ്റ് ആയിട്ട് അടിച്ച് പൊട്ടിയതല്ലേ. എൻജിൻ അഴിക്കി നമ്മളിവിടെ വെച്ച് ഇനി ഇത് കഴിക്കണം. ഞങ്ങൾ എഞ്ചിൻ പൊളിച്ച് കഴിയാറാക്കി. ഇനിയിപ്പോൾ ഒരു 10-20 മിനിറ്റ് കൊണ്ട് നിങ്ങൾ മൊത്തം ഇളക്കുന്നതായിരിക്കും. ഏതാ അത് ഊരുന്നത് കിട്ടിയില്ല. അപ്പോൾ അത് തുരുമ്പൊക്കെ പിടിച്ചിരുന്നു. സെക്കൻഡ് എടുത്താടാ. സിസ്റ്റം മൊത്തം പൊട്ടിപ്പോയി. അതെ, മൊത്തം പൊട്ടിപ്പോയി ഗേസ്. ക്രാങ്കും പോയതല്ലേ? ക്രാങ്കെല്ലാം പോയത്. ക്രാങ്കും പോയത്. സിസ്റ്റം പൊട്ടിപ്പോയി ഗേസ്. കണ്ടോ, എൻ്റെ സൈഡില്ല. ഇപ്പുറ സൈഡ് കണ്ടോ, ഈ സൈഡ് കണ്ടോ, ഇപ്പുറ സൈഡ് കണ്ടോ, ഇത് ഈ സൈഡ് കണ്ടോ, മൊത്തം പൊട്ടി പീസായി. ഇനിയിപ്പം സിലിണ്ടർ പുതിയത് വെക്കാം. വലിച്ചു വാരി അഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വലിച്ചു വാരി അല്ല സെറ്റ് ചെയ്യുന്നത് കേട്ടോ. സെറ്റ് ചെയ്യുമ്പോൾ എല്ലാം നീറ്റാക്കി ക്ലീനാക്കി സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അഴിക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ അഴിക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരിക്കലും സെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ വലിച്ചു വാരിയിട്ടല്ല സെറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്കിനി ഡീസലിൻ്റെ അത് കഴുകിയെടുക്കാനുള്ളതാണ്.
ഏതാ ഗൈസ്? അപ്പോൾ എൻജിൻ മൊത്തം നമ്മൾ പൊളിച്ച് കഴിഞ്ഞു. നമ്മൾ അവിടെ ക്രാങ്ക് ഒന്ന് എടുത്ത് കാണിച്ചോടാ. ഇനി ക്രാങ്ക് അതിൻ്റെ പിസ്റ്റൻ്റെ വലുത് കാണിച്ചേ. ഇത് കണ്ടോ, ആ സൈഡ് ഫുള്ള് പൊട്ടിപ്പോയി, ഫുള്ള് പിസ്റ്റ അടിച്ച് പൊട്ടിപ്പോയി. അപ്പം നമുക്കിനി ഇതിൻ്റെ അകത്തെ ഡ്രൈവിംഗ് ഷാഫ്റ്റ് കൂടെ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും മാറണം, അതിന് തേയ്മാനമുണ്ട്. അപ്പോൾ അതും മാറണം. പിന്നെ ക്ലച്ചേഴ്സ് കാര്യങ്ങളെല്ലാം പോയത് അതെല്ലാം മാറി, എല്ലാം കുറച്ചധികം സാധനം പോയിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാം കംപ്ലൈൻറ്റാണ്, കുറേ അധികം സാധനങ്ങൾ കംപ്ലൈൻ്റ് ഉണ്ട്. അതെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ അടുത്ത വീഡിയോയ്ക്ക് അത് കാണിക്കുന്നതായിരിക്കും. സെറ്റ് ചെയ്യുന്ന ടൈം കണ്ടോ, പിസ്റ്റം പൊട്ടിയ പീസുകൾ അതിനകത്ത് കിടക്കുന്നത്. ഉണ്ടോ? അപ്പം വീലെല്ലാം ചെക്ക് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. വീലെല്ലാം ചെക്ക് ചെയ്തതിലും വീലിനൊക്കെ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് എല്ലാം കുഴപ്പമുണ്ടെങ്കിൽ ആ വീലൊക്കെ മാറി സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ അടുത്ത പാർട്ട് 2-ൽ കാണിക്കുന്നതായിരിക്കും. ഇത്രയും പീസും കാര്യവും ഇനി ഉണ്ടതിനകത്ത്. ഇത് മൊത്തം ഇനി ഊരി പീസാക്കി എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്തിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.